പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 കെമിസ്ട്രിയുടെ നോട്ട്സ് തുടക്കം മുതൽ അവസാനം വരെ വളരെ വിശദമായി ഭംഗിയായി രീതിയിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോയിൽ വിശദീകരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോട്ട്സ് ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. +1 കെമിസ്ട്രിയിൽ ആകെ 14 ചാപ്റ്ററാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി, അതായത് കെമിസ്ട്രിയിലെ ചില അടിസ്ഥാനപരമായ തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ വളരെ വിശദമായി നോക്കാൻ ഒന്നുമില്ല. ആദ്യത്തെ ടോപ്പിക് നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഫാക്ട്സ് ദാറ്റ് മാറ്റർ. അതായത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയുടെ പ്രാധാന്യത. ഇവിടെ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, അതായത് കൃഷിയിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലുമെല്ലാം കെമിസ്ട്രി ഏതെല്ലാം രീതിയിൽ ഉപകാരപ്രദമാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ബി ഇൻ ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേഷൻ, ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ശുചീകരണ മേഖലയിലും എങ്ങനെ കെമിസ്ട്രി ഉപകാരപ്പെടുന്നു. സി സേവിങ്സ് ദ എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ കെമിസ്ട്രി എങ്ങനെ ഉപകാരപ്പെടുന്നു. അപ്ലിക്കേഷൻ ഇൻ ഇൻഡസ്ട്രി ഫീൽഡിൽ കെമിസ്ട്രി എങ്ങനെ ഉപകാരപ്പെടുന്നു, ഇതിനെക്കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ ഏതൊരാൾക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ രീതിയിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിൽ കിടക്കാം. ആദ്യത്തെ ടോപ്പിക് മാറ്റർ എന്നാൽ എന്താണ്. മാറ്റർ എന്നാൽ എന്താണ്? എനിത്തിങ് വിച്ച് ഹാസ് മാസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. ഏതൊരു വസ്തുവും അതിന് ഭാരവും അതുപോലെ തന്നെ അതിന് നിലനിൽക്കാൻ സ്ഥലവും ആവശ്യമുണ്ടോ അതിനെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിളുകളാണ് ബുക്ക്, പെൻസിൽ, വാട്ടർ, എയർ. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് മാറ്ററാണ്. ഇനി ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാറ്റർ. മാറ്ററിനുള്ള എക്സാമ്പിളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് ബാഹ്യമായിട്ടുള്ള തരംതിരിക്കൽ. രണ്ടാമത്തേത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ആന്തരികമായ രസഘടനാപരമായിട്ടുള്ള അതിൻ്റെ വിഭജനം. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് മാറ്ററിനെ മൂന്നായിട്ട് തരംതിരിക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ +2 പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വിശദീകരിക്കേണ്ടതെന്ന് തോന്നുന്നു. സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. ഇനി അതിന് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ മാറ്റർ രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസസ്, രണ്ടാമത്തേത് മിക്സ്ചേഴ്സ്. ഇങ്ങനെ രണ്ട് രീതിയിൽ തരംതിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് മേ ബി ഡിഫൈൻ ആസ് എ സിംഗിൾ സബ്സ്റ്റൻസ്, അതായത് ഒരു വസ്തു മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അതിൽ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാക്കറ്റ്, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരുമ്പിൻ്റെ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. ഇതിന് നമുക്ക് ഈ പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം. എലിമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്നതിൽ തരംതിരിക്കാം. എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an element consists of only one type of particles. These particles may be atoms or molecules. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അയണിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് എലിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ 1 ടൈപ്പ് ഓഫ് ആറ്റംസും മോളിക്യൂൾസ് ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, കോപ്പർ, സിൽവർ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്, എലിമെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തേതായിട്ട് പറയാനുള്ളത് കോമ്പൗണ്ട്സ്. ഇറ്റ് മേ ബി ഡിഫൈൻ ഹാസ് ദ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്നിങ് 2 or more elements. ഓക്കെ, 2 or more elements combined together to fixed proportion. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ എന്നുള്ളത്. ബൈ വെയ്റ്റ് ആൻഡ് ക്യാൻ ബി ഡിക്കമ്പോസ്ഡ് ഇൻ ടു എലിമെൻറ്റ്സ് ബൈ സൂട്ടബിൾ കെമിക്കൽ മെത്തേഡ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം, മാറ്ററിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. മാറ്റർ അതിനെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എലിമെൻറ്റ്സ് ആണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോമ്പൗണ്ട്സ് ആണ്. എലിമെൻറ്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള വസ്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒന്നോ രണ്ടോ രണ്ടിലധികമോ എലിമെൻറ്റ്സ് ജോയിൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എലിമെൻറ്റ്സ് ഫിക്സഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലായിരിക്കും ജോയിൻ്റ് ആയിട്ടായിരിക്കും കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് വിച്ച് ആർ ഒബ്റ്റൈൻഡ് ഫ്രം നോൺ ലിവിങ് സോഴ്സസ് സച്ച് ആസ് റോക്സ് ആൻഡ് മിനറൽസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സാൾട്ട്, മാർബിൾ, ജിപ്സം, വാഷിംഗ് സോഡ എക്സാമ്പിൾ. ഓർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റിലും അതായത് ചെടികളിലും മൃഗങ്ങളിലും പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ പറയുന്ന പേരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയപ്പെടും. ഇനി അടുത്തതായിട്ട് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നൗ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു. പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ഇത് എലിമെൻറ്റ്സ് ആൻഡ്
എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഇത് എല്ലാം പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ല മിക്സ്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more എലിമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ്. കോമ്പിനേഷൻ ഓഫ് ഇവിടെയും എലിമെൻറ്റ്സോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സോ ജോയിൻ ചെയ്തിട്ട് തന്നെയാണ് മിക്സ്ചർ ഉണ്ടാകുന്നത്. വിച്ച് ആർ നോട്ട് കെമിക്കലി കമ്പൈൻഡ് ടുഗദർ ആൻഡ് മേ ബി പ്രസൻറ്റ് ഇൻ എനി പ്രൊപ്പോർഷൻ. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഈസ് കോൾഡ് മിക്സ്ചർ. എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് മിക്സ്ചർ പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക്, സീ വാട്ടർ, പെട്രോൾ, ലൈം വാട്ടർ, ഇങ്ങനെയുള്ളതെല്ലാം മിക്സ്ചറിൻ്റെ എക്സാമ്പിളാണ്. മിക്സ്ചർ നമ്മൾ ഫർദർ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ്. എ മിക്സ്ചർ ഈസ് സൈഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് ഇറ്റ് ഹാസ് എ യൂണിഫോം കമ്പോസിഷൻ ത്രൂ ഔട്ട് ഇറ്റ്. ഒരു യൂണിഫോം കമ്പോസിഷൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. ആൻഡ് ദർ ആർ നോ വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യുവൻസ്. രണ്ടാമത്തത് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. എ മിക്സ്ചർ ഈസ് സൈഡ് ടു ബി ഹെട്രോജീനിയസ്. അത് എപ്പോഴാണ് അതിനൊരു യൂണിഫോം ആയിട്ടുള്ള കമ്പോസിഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. ആൻഡ് ഹാസ് വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ എ വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലെന്താണ് ഒരു പ്രകടമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ പറയപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ഇഫ് ടു കോൺസ്റ്റിറ്റ്യൂവൻസ് അയൺ ആൻഡ് സൾഫർ, ഇത് അയണിൻ്റെയും സൾഫറിൻ്റെ ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ ഒരു അതിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെട്രോജീനിയസ് ആയിട്ടുള്ള മിക്സറിനുള്ള ഉദാഹരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് കോമ്പൗണ്ടും മിക്സറും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഒരു ടാബ്ലർ ഫോമിൽ നൽകിയിരിക്കുകയാണ്. ഇവിടെ കോമ്പൗണ്ടുകളെക്കുറിച്ച് പറയുന്നു അവ കെമിക്കലി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അവയിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ മിക്സ്ചർ അങ്ങനെയുള്ള ഒരു കെമിക്കലി കമ്പൈനും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ഫിക്സഡ് റേഷ്യോ ബൈ മാസ് ആണ്. എന്നാൽ ഇവിടെ അങ്ങനെ നോട്ട് പ്രസൻറ്റ് ഇൻ ഫിക്സഡ് റേഷ്യോ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കോമ്പൗണ്ട്സ് ആർ ഓൾവേസ് ഹോമോജീനിയസ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ ഹോമോജീനിയസ് ആവാം ഒരായിരിക്കാം, മേ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ എ കോമ്പൗണ്ട് കൻ നോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ് കോമ്പൗണ്ടിൽ. എന്നാൽ ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ഇവിടെ അങ്ങനെ പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് വന്നാൽ അടുത്ത പോയിന്റ് കാണാൻ സാധിക്കും. ഇൻ എ കോമ്പൗണ്ട് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ലൂസ് ദെയർ ഐഡൻറ്റിറ്റീസ്. ഇവിടെ അവയുടെ ഐഡൻറ്റിറ്റികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ മിക്സ്ചറിൽ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഡു നോട്ട് ലൂസ് ദെയർ ഐഡൻറ്റിറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വിശദപരമായിട്ട് ഒരു ടാബ്ലർ ഫോമിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മാറ്റർ, അതിൻ്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് ഇവയെല്ലാം വരുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഇവിടെ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെൻറ്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെൻറ്റ്സ്. അതായത് എന്തൊരു വസ്തു ആയിക്കൊള്ളട്ടെ അതിന് വെളിയിൽ പുറത്ത് പ്രകടമായിട്ടുള്ള ചില ഗുണങ്ങളും കാണാം, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ചില ഗുണങ്ങളും കാണാം. അങ്ങനെ പുറമെ കാണുന്ന ഗുണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ഇതിനെ പറയുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി ഓർ ദ കമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ഘടനയോ മാറ്റാതെ തന്നെ അതിനെ പ്രോപ്പർട്ടീസ് അളക്കാൻ പറ്റുന്ന, ചില ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരം പ്രോപ്പർട്ടികളെ പറയുന്ന പേരാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഇറ്റ് റിക്വേഴ്സ്, അത് ആവശ്യമുണ്ട് ഈ കെമിക്കൽ ചേഞ്ച് സ്റ്റോപ്പ് ചെയ്ത്. അങ്ങനെയുള്ള ഒരു കെമിക്കൽ ചേഞ്ച് നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തമ്മിലാണ് മെയിൻ വ്യത്യാസങ്ങൾ. ഇനി യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, അതായത് നമുക്ക് അളക്കണമെങ്കിൽ, എന്തൊരു കാര്യം അളക്കണമെങ്കിലും അതിന് ചില യൂണിറ്റ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ടുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ദ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് മാസ്, ലെങ്ത്, ടൈം ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദർ യൂണിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർ ആർ 7 ബേസിക് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ 7 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ഒന്ന് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അടുത്തതായിട്ട് SI യൂണിറ്റ്സ്. ദി സിസ്റ്റം മെഷർമെൻറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ സിസ്റ്റം എംപ്ലോയ്ഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതായത് ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവയുടെ സിമ്പിൾ ഫോർ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിക്കുള്ള സിമ്പിൾ, അതിൻ്റെ നെയിം ഓഫ് ദ യൂണിറ്റ് ഏതിൻ്റെ പേരിലാണ്? നെയിം ഓഫ് ദ SI യൂണിറ്റ്, ആ SI യൂണിറ്റിൻ്റെ സിമ്പിൾ. അപ്പോൾ ലെങ്ത്തിൻ്റെ സിമ്പിൾ L ആണ്, അതിന് SI യൂണിറ്റ് മീറ്ററാണ്, ആ മീറ്ററിൻ്റെ സിമ്പിൾ M ആണ്. നമുക്ക് ഓരോന്ന് കാണാൻ കഴിയും. മാസ് കിലോഗ്രാം, അതുപോലെ തന്നെ ടൈം സെക്കൻഡ്, അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് ആംപിയർ, അതുപോലെ തന്നെ തെർമോഡൈനാമിക്, ടെമ്പറേച്ചർ കെൽവിൻ, K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് N, യൂണിറ്റ് മോൾ. ഇവിടെ ശ്രദ്ധിച്ചാൽ നെയിം ഓഫ് ദ SI യൂണിറ്റ് MOLE കാണാം, എന്നാൽ സിമ്പിളിൽ LE കാണാൻ സാധ്യമല്ല. ഇതിൻ്റെ അടുത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി AV, കാൻഡല CD എന്ന് കാണാൻ സാധിക്കുന്നതാണ്.
അടുത്തതായി ഡെഫിനേഷൻസ് ഓഫ് ബേസിക് യൂണിറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു മീറ്റർ എന്നുണ്ട്. മീറ്റർ ഏതാണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായ രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മാസ് ആൻഡ് വെയിറ്റ്. നമ്മൾ സാധാരണ കേൾക്കുന്ന പദങ്ങളാണ് മാസ് ആൻഡ് വെയിറ്റ്. ഇവ തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നാണ് നോക്കാൻ പോകുന്നത്. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് എമൗണ്ട് ഓഫ് ദ മാറ്റർ പ്രസൻറ്റ് ഇറ്റ്. അതായത് മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ എത്രയാണ് ദ്രവ്യമുള്ളത് അതിന് പറയുന്ന പേരാണ് മാസ് എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് കനോട്ട് ബി ഡിറ്റർമിൻഡ് ആക്യുറേറ്റ്ലി യൂസിങ് അനലറ്റിക്കൽ ബാലൻസ്. ഈ മെഷീൻ അനലറ്റിക്കൽ ബാലൻസ് യൂസ് കൊണ്ട് ഒരു വസ്തുവിൻ്റെ മാസ് എത്രയാണെന്നുള്ളത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. SI യൂണിറ്റ് മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഇതാണ് ആ അനലറ്റിക്കൽ ബാലൻസ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഗ്രാവിറ്റി ഓൺ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ മേൽ ഭൂമി എത്രത്തോളം അതിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് വെയിറ്റ് എന്നുള്ളത്. ദ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് മേ ബി വേരി ഫ്രം അതായത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വെയിറ്റ് മാറുമെന്നാണ് പറയുന്നത്, എന്നാൽ മാസ് മാറത്തില്ല. അടുത്തതായിട്ട് വോളിയം. വോളിയം മീൻസ് ദ സ്പേസ് ഓക്യുപൈഡ് ബൈ മാറ്റർ. അതായത് ഒരു സ്ഥലത്തിന് ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമുള്ള സ്ഥലത്തെ നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത് ക്യൂബ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഷറിംഗ് വോളിയം പർട്ടിക്കുലർലി വോളിയത്തിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂണിറ്റാണ് ലിറ്റർ എന്ന് പറയുന്നത്. ബട്ട് SI യൂണിറ്റ് എന്താണ്? ഇത് SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ് അതിൻ്റെ SI യൂണിറ്റ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബ്യൂററ്റ്, പിപ്പറ്റ് ഇതെല്ലാം നമ്മൾ വോളിയം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇനി അതിനുശേഷം നമ്മൾ താഴേക്ക് പോകുന്നത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂട് എത്രത്തോളം ചൂടുണ്ട് എന്ന് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെമ്പറേച്ചർ. അതിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ നമുക്ക് ഡിഫറെൻറ്റ് സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റും. അത് പെട്ടതാണ് സെൽഷ്യസ് സ്കെയിൽ, അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഇങ്ങനെയാണ് അതിന് അറിയപ്പെടുന്നത്. ഇത് മൂന്ന് സ്കെയിലുകളാണ്. അടുത്തത് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ തെർമോമീറ്റേഴ്സ് സെൽഷ്യസ് സ്കെയിൽ കാലിബ്രേറ്റഡ് ഫ്രം സെൽഷ്യസ് സ്കെയിൽ എത്രയാണെന്ന് വെച്ചാൽ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയാണ് സെൽഷ്യസ് സ്കെയിൽ ഉള്ളത്. എന്നാൽ നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിൽ ഇത് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 212 ഫാരൻഹീറ്റ് വരെയാണ്. കെൽവിൻ സ്കെയിൽ മെഷർമെൻറ്റ് ഈസ് വെരി കോമൺ ദിസ് ഡേയ്സ്. ടെമ്പറേച്ചർ ഇതിൽ K യൂസ് ചെയ്തിട്ടാണ് കെൽവിൻ സ്കെയിൽ യൂസ് ചെയ്യാറുള്ളത്. ഇനി പറയുന്നത് സപ്പോസ് നമുക്കൊരു ഡിഗ്രി ഒരു ടെമ്പറേച്ചർ നമുക്ക് സെൽഷ്യസ് സ്കെയിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് പറയപ്പെടുന്നത് നമുക്ക് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്, അതിനെ എങ്ങനെ നമുക്ക് കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വസ്തുവിൻ്റെ ഭാരത്തിനെ കൊണ്ട് ആ വസ്തുവിൻ്റെ വോളിയത്തെ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് എന്നാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ യൂണിറ്റിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇതാണ് ഡെൻസിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഇനി അടുത്തതായി നമുക്ക് നോക്കാം അൺസെർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്സ്. അതായത് നമ്മൾ അളവുകൾ എടുക്കുന്ന സമയത്ത് അതിലെന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇൻവോൾവ് സെർട്ടൺ ഡിഗ്രി ഓഫ് എറർ ഓർ അൺസെർട്ടനിറ്റി. അതിൽ ചില പോരായ്മകളോ അല്ലെങ്കിൽ അബദ്ധങ്ങളോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ എററുകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അതിനെ നമുക്ക് അങ്ങനെയുള്ള അത് സംഭവിക്കാനുള്ളതിന് നമുക്ക് കാരണങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്കിൽ ആൻഡ് ആക്യുറസി ഓഫ് ദ വർക്കർ. അത് അളക്കുന്ന ആളുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം അതിൽ മെഷർമെൻറ്റിൽ എറർ വരുന്നു എന്നുള്ളത്. രണ്ട് ലിമിറ്റേഷൻസ് ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ അളക്കുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീൻ്റെ പോരായ്മ കൊണ്ടും എററുകൾ സംഭവിക്കാൻ സാധ്യമാകും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മെഷർമെൻറ്റിൽ നമുക്ക് പോരായ്മകളോ അല്ലെങ്കിൽ എററുകളോ സംഭവിക്കുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ. അതായത് സയൻറ്റിഫിക് നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എനി നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റ് ഇൻ ദ ഫോം ഓഫ്, അതായത് ഏതൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ n × 10⁻n ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പേരാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 232.5.8. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2.325 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിനെ പറയുന്ന പേരാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് കാൽക്കുലേഷൻ ഇൻവോൾവ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് ഇങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതിയിട്ടുള്ള സംഖ്യകളുടെ കാൽക്കുലേഷൻ എങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ ഗുണനവും ഹരണവും എല്ലാം എങ്ങനെ നടത്തുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുണനത്തിൻ്റെ സമയത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇങ്ങനെ നിന്നാൽ മുകളിലുള്ള ഇത് 10 പവറായി വരുന്നത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ ഇട്ടതിന് ശേഷം തന്നിരിക്കുന്ന സമയത്ത് ഗുണിച്ചാൽ മതി. ഇവിടെയാണെങ്കിൽ ഹരിക്കുന്ന സമയത്താണെങ്കിൽ 10 അതായത്
10ൻ്റെ പവറായി വന്നിട്ടുള്ളത് മൈനസ് ചെയ്യുകയും ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ ഹരണം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ലഭ്യമാകുന്നതാണ്. ഇതാണ് ഗുണനത്തിൻ്റെയും ഹരണത്തിൻ്റെയും കേസിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും എന്ത് സംഭവിക്കാമെന്ന് നോക്കാം. ഇങ്ങനെ ഫോർ ദീസ്, അതായത് ഇപ്പോൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ സംഖ്യ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഈ 10 പവർ എന്ത് ചെയ്യും, നമ്മൾ ഈക്വലാക്കും. ഇതിന് ശേഷം അത് കോമൺ ബ്രാക്കറ്റിൻ്റെ പുറത്തിട്ടിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത്. ഇനി കുറയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 10⁻³ ആണ്, ഇവിടെ 10⁻⁴ ആണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 10⁻⁴ നമ്മൾ എന്ത് ചെയ്യുന്നു, 10⁻³ ആയി കൺവേർട്ട് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾ വിശദമായി നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അതിനുശേഷം ഇത് കോമൺ ആയി വരുന്നു, ഇവിടെയും 10⁻³ പുറത്തിറക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ സംഖ്യ ഇങ്ങനെ ലഭിക്കുന്നു, ആൻസർ ഇവിടെ ലഭിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായിട്ട് മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മീനിങ് ഫുൾ ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. അങ്ങനെയുള്ള ഡിജിറ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്തെല്ലാമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അത് ഡിറ്റർമിൻ ചെയ്യാൻ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇത് ഒന്നാമത്തെ ഇതിൻ്റെ ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തേത് പറയുന്നത് സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സച്ച് സീറോസ് ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഫോർ ഡെസിമൽ പോയിൻറ്റ്. ഓക്കെ. ഇനി മൂന്നാമതെന്ന് പറയുന്നത് സീറോസ് ബിറ്റ്വീൻ 2 നോൺ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇതും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ പെട്ടതാണ്. ഇനി അടുത്തത് സീറോസ് അറ്റ് എഡ് ഓർ റൈറ്റ് ഓഫ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് പ്രൊവൈഡഡ് ദേ ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിൻറ്റ്. ഓക്കെ. ഇനി അഞ്ചാമത്തേത് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ഓഫ് ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ 2 balls or 20 eggs or have infinite significant figures. ഇതെല്ലാമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനുള്ള ക്രൈറ്റീരിയാസ്. നമുക്ക് ചില എക്സാമ്പിളുകൾ കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇൻ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ഓഫ് ദ നമ്പേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രിസിഷൻസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങൾക്കുള്ളതിൽ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആസ് ഇൻ ദ ടേം ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. എക്സാമ്പിൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3.52ഉം 2.3ഉമാണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ അതുപോലെ തന്നെ 6.24 ഉണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് 12.06. എന്നാൽ ലീസ്റ്റ് ആയിട്ട് വരുന്നത് 2.3, അതായത് ഒരു ഡെസിമൽ പോയിൻ്റ് ആണ്. അപ്പോൾ ആൻസറിൽ എന്തായിരിക്കണം, ഫൈനൽ റിസൾട്ട് ഷുഡ് ബി 12.0 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷനിലും അത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സബ്സ്ട്രാക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അതിൻ്റെ ഡിവിഷനിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി in the multiplication of division the final result should be reported up to the same number of significant present in the least precise number. ഇവിടെ നമുക്ക് ഉദാഹരണം കാണാം. 2.2120 into 0.011 അതിൻ്റെ റിസൾട്ടിൽ എങ്ങനെ വരും, ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദ റൂൾ എങ്ങനെ വരും, 0.024 എന്ന് വരും. ഇനി ഡിവിഷനിലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് അടുത്തതായത് ഡയമെൻഷനൽ അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നീഡ് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഇത് നമുക്ക് ആവശ്യമായ രീതിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യും, അതിന് പറയും ഡയമെൻഷനൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നീഡ് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അങ്ങനെയുള്ള സമയത്ത് അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ദിസ് ഈസ് കോൾഡ് ഫാക്ടർ ലെവൽ മെത്തേഡ് ഓർ യൂണിറ്റ് ഫാക്ടർ. നമുക്കിവിടെ ഒരു ഉദാഹരണം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഒരു ലിറ്ററിലാണ് കണക്ക് തന്നിരിക്കുന്നത്. എ ജഗ് കണ്ടെയ്ൻസ് 2 liter ഓഫ് മിൽക്ക്, ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ മിൽക്ക് ഇൻ മീറ്റർ ക്യൂബ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ലിറ്ററിൽ നിന്ന് മീറ്റർ ക്യൂബിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതിനുള്ള സിമ്പിൾ ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് 1 meter ക്യൂബ്, അത് ഒരു ലിറ്റർ നമുക്ക് ആദ്യം ഒരു ലിറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബാണെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 2 × 10⁻³ മീറ്റർ ക്യൂബാണ് എത്ര എന്ന് പറയുന്നത്, 2 liters എന്ന് പറയുന്നത്. ഇത് വളരെ അനായാസം ചെയ്യാവുന്ന ഒരു കണക്കാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതായത് കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട് ഈസ് ഗവേൺഡ് ബൈ ദ ഫോളോയിങ് 5 ബേസിക് ലോസ്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതിനുശേഷം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് ഗ്യാസസ് ലോ, അവഗാഡ്രോസ് ലോ. നമ്മൾ എന്താണ്
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയാൻ പോകുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇത് ഫോം ചെയ്തിരിക്കുന്നത് ലവോയിസറാണ്. അത് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഓൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ദ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നെയ്തർ ക്യാൻ ബി, ഇൻ അതർ വേർഡ്സ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്. ഒരു പദാർത്ഥത്തെ ഉണ്ടാക്കാനും സാധ്യമല്ല, അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല. എന്നാൽ ചേഞ്ചസ് ഒരു ഫോമിൽ നിന്ന് അടുത്ത ചേഞ്ചിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് ഈ ലോ പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാണാൻ സാധിക്കുന്നതാണ്. അതായത് വെൻ മാറ്റർ undergoes a physical change, ഐസ് വാട്ടർ ആകുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി മാറ്റർ undergoes a chemical change, H2O, അതായത് H2O സോളിഡ് ഫോമിൽ നിന്ന് H2O ലിക്വിഡും HGO ആണ്. അതായത് മെർക്കുറി ഓക്സൈഡിനെ മെർക്കുറി ലിക്വിഡും അതുപോലെ തന്നെ ഓക്സിജനെ മാറ്റുന്നു. ഇതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ എബോ ഡീകമ്പോസിഷൻ മാറ്റർ നെയ്തർ ബി ഗെയിൻഡ് നോട്ട് ഡിസ്ട്രോയിഡ്. അതായത് ഇവിടെ എത്ര 100 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടി നോക്കിയാൽ നമുക്ക് 100 ഗ്രാമിന് കിട്ടുന്നതാണ്. അതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അടുത്തെന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a pure chemical compound always consists of the same elements combined together in a fixed proportion weight. അതായത് ഇപ്പോൾ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, ഈ CO2യുടെ റേഷ്യോ എത്രയാണ്? 1:2. ഇത് ലോകത്ത് നിങ്ങൾ എവിടെ പോയിട്ട് CO2 എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയായിരിക്കും? 1:2 തന്നെ ആയിരിക്കും. ഇതാണ് പറയുന്നത് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അടുത്തത് പറയുന്നത് അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. അതായത് CO2 എങ്ങനെയെല്ലാം ബൈ ദ ഡികമ്പോസിഷൻ ഓഫ് ലിമിറ്റ്സും CH3 അതിൻ്റെ some എക്സാമ്പിൾസ് ആണ്, ഇമ്പോർട്ടൻസ് അല്ല അത്ര. അടുത്തതായിട്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് ഇഫ് 2 elements combine to form 2 or more compounds, the weight of one element which combines with the fixed weight of other these compounds bears a whole number by ratio by weight. ഇവിടെ ചെക്ക് ചെയ്യാം. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചെയ്യുന്നിട്ട് വാട്ടർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജൻ ചെയ്തിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജൻ്റെ വെയിറ്റ് ഡെഫിനിറ്റ് ആണ്, അതായത് ഫിക്സഡ് ആണ്. ഇവിടെയും 2 ഗ്രാമാണ്, ഇവിടെയും 2 ഗ്രാമാണ്. എന്നാൽ ഓക്സിജൻ്റെ വെയിറ്റ് ഇവിടെ 16 ഗ്രാമാണ്, ഇവിടെ 32 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ 16:32 എടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ലഭിക്കും, 1:2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഗേലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയംസ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെനെവർ ഗ്യാസസ് കമ്പൈൻ ദേ ഡു in volumes which bear simple whole number ratio with each other and also with the gaseous product. അതായത് ഇവരുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഗ്യാസസ് മോളിക്യൂൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവയുടെ വോളിയംസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പറയുന്നത് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ പറയുന്നത് അവോഗാഡ്രോ പ്രപ്പോസ്ഡ് ഈക്വൽ വോളിയംസ്, അതായത് തുല്യ അളവിലുള്ള ഗ്യാസസ് വോളിയത്തിലുള്ള ഗ്യാസസ് അത് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. ഇനി ഇവിടെ അദ്ദേഹം ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇവിടെ 1 വോളിയം ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, 1 വോളിയം ഓഫ് ഹൈഡ്രജൻ, ഇവിടെയും 1 വോളിയം ഓഫ് ഓക്സിജൻ. ഇവിടെ എത്രയാണ്? 2 വോളിയംസ് ഓഫ് വാട്ടർ വേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 വോളിയംസ് ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 1 വോളിയം ഓഫ് ഓക്സിജൻ ടു ഗിവ് 2 വോളിയംസ് ഓഫ് വാട്ടർ വേപ്പർ. ഇനി അടുത്തത് പറയുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. അതായത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ ഇൻ 1808 ഡാൾട്ടൺ പബ്ലിഷ്ഡ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അതൊരു ബുക്കിൻ്റെ പേരാണ് ഡാൾട്ടൻ്റെ. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. All the atoms of a given element have identical property including identical mass and atoms different element have different mass. വളരെ സിമ്പിൾ ആണ്. അടുത്തത് അതായത് ഒന്നിലധികം ആറ്റംസ് ചേർന്നുകൊണ്ടാണ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ദ റീകമ്പോസിഷൻ ഓഫ് ആറ്റംസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് എന്ത് ചെയ്യുന്നു? അവിടെ റീകമ്പോസിഷനാണ് നടക്കുന്നതെന്ന് ഇതിൽ പറയുന്നു. ദ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്നുള്ള ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ബുക്കിൽ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സാധനമാണ് അറ്റോമിക് മാസ്. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് അതെങ്ങനെയാണ് അളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അറ്റോമിക് മാസ് ഓഫ് എൻ എലമെൻറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് എൻ എലമെൻറ്റ് ദാറ്റ് എലമെൻറ്റ് ഈസ് ഹെവിയർ ദാൻ an atom of carbon taken has 12. അതായത് ഒരു കാർബൺ 12നെക്കാട്ടും എത്രത്തോളം ഭാരം കൂടുതലുണ്ട് ഇത് നോക്കിയിട്ടാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും 1 atomic mass unit AMU is equal to 1/12th of mass of an atom of carbon 12 isotope. It's also known as unified mass എന്നും പറയും ഇപ്പോൾ UM. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആവറേജ് അറ്റോമിക് മാസ്സാണ്. അതായത് ഒരു എലിമെൻറ്റിന് തന്നെ ഒന്നിലധികം ഐസോട്ടോപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഐസോട്ടോപ്പുകൾക്ക് അറ്റോമിക് മാസസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്നിലധികം ഐസോട്ടോപ്പുകളിലെ
അവയുടെ ഭാരങ്ങൾ കൂട്ടുകയും അവയെ നമ്മൾ നമ്പർ ഓഫ് ഐസോടോപ്പിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന് പറയുന്ന പേരാണ്, ആ കിട്ടുന്ന ഭാരത്തിന് പറയുന്ന പേരാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയപ്പെടുന്നത്. സിമ്പിളാണ്. ഇനി മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്കുള്ള ആറ്റംസിൻ്റെ മാസുകൾ കൂട്ടുകയും എന്നിട്ട് അതിന് എത്ര ഉണ്ടാവുമോ അതിന് പറയുന്ന പേരാണ് മോളിക്കുലർ മാസ്. ഇപ്പോൾ ഇവിടെ മീഥൈനിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ഉണ്ട്. ഒരു കാർബൺ 12, 12.011 U. അടുത്തത് ഹൈഡ്രജനാണ്. ഒരു ഹൈഡ്രജന് 1.008 U ആണ്. അപ്പം ഇൻറ്റു 4 വരും. അപ്പോൾ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12.043 എന്ന് കിട്ടും. ഇതാണ് എന്താണ് ഒരു മീത്തേൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ്സായിട്ട് വരുന്നത്. ഇനി ഫോർമുല മാസ്. ഫോർമുല ഇൻ അയോണിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് NaCl, KNO3, Na2CO3 ഡു നോട്ട് എക്സിക്യൂൾസ് മോളിക്യൂൾസ്. അങ്ങനെയുള്ള പറയുന്ന സമയത്ത് സിംഗിൾ entity but exists are ions closely packed together in a 3-dimensional space shown in figure. Okay, അത് in such cases the formula is used to calculate the formula mass instead of molecular mass. Thus അതിനുശേഷം നമ്മൾ NOCLനെ ഫോർമുല മാസ് കാണുന്നു. ഓക്കെ, സോഡിയത്തിൻ്റെ ഫോർമുല അറ്റോമിക് മാസ്, അതുപോലെ തന്നെ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർമുല മാസ് ഓഫ് NOCL കാണുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ്. എന്താണ് മോൾ കൺസെപ്റ്റ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. മോൾ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് it is found that 1 gram of atom of any element contains the same number of atoms and 1 gram of molecule of any substance contains the same number of molecules. This number has been experimentally determined found to be equal to 6.022 into 10⁻23. അതായത് ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസും ആറ്റംസും അതിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ഗ്രാം ഒരു ഗ്രാം നമ്മൾ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലോ ഒരു ഗ്രാം മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലോ അതിൽ ഇത്ര നമ്പർ എൻറ്റിറ്റീസ് ഉണ്ടാകുമെന്നാണ് മോൾ കൺസെപ്റ്റിൽ പറയുന്നത്. അതിന് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ അവോഗാഡ്രോ നമ്പർ ഈസ് ഈക്വൽ ടു 6.022 into 10⁻23 എന്ന് പറയുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പേരാണ് എന്താണ്? പേഴ്സൻറ്റേജ് കമ്പോസിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള ആറ്റംസിൻ്റെ എലമെൻസിൻ്റെ ഭാരത്തെ കമ്പയർ ചെയ്തുകൊണ്ട് മാസ് പറയുന്നു. അതിന് പറയുന്ന പേരാണ് പേഴ്സൻറ്റേജ് കമ്പോസിഷൻ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. അടുത്ത പറയുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഗീവ്സ് ദ സിംപ്ലസ്റ്റ് whole number ratio ഓഫ് ദ ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ്. എന്നാൽ ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്കിത് പറയുന്നത് എന്താണ്? ഇതാണ് എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. കാരണം ഈ 6 നമുക്കറിയാം മാത്സിൽ ചെയ്യാവുന്നതാണ്. 6 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. 6 ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് 1:1 എന്ന റേഷ്യോയിലാകും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് മോളിക്കുലർ ഫോർമുല. നമുക്കറിയാവുന്നതാണ് മോളിക്കുലർ ഫോർമുല എങ്ങനെ ഫോം ചെയ്യും? അതായത് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്? മോളിക്കുലർ ഫോർമുല. ദ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഗിവ്സ് ദ ആക്ച്വൽ റേഷ്യോ ഓഫ് ദ ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോഷിയോമെട്രിക് ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. അതായത് ഈ സ്റ്റോഷിയോമെട്രി എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ സ്റ്റോഷിയോൻ മീനിങ് എലമെൻറ്റ് ആൻഡ് മെട്രോൺ മീൻസ് മെഷർ, ഇങ്ങനെയുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ടേം എന്ത് ചെയ്തിട്ടുള്ളത്? ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റോഷിയോമെട്രി ഡസ് ഓൾസോ ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻ ഓഫ് മാസസ്. Stoichiometry thus deals with the calculation of masses, the reactants and products involved in a chemical reaction. ഇങ്ങനെയുള്ള ഇവർ തമ്മിലുള്ള റിയാക്റ്റൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും എല്ലാം കാൽക്കുലേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്ന ആ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഇത്ര റിയാക്റ്റൻസ് എത്ര പ്രോഡക്ട്സ് എല്ലാം ഫോമായി തമ്മിലുള്ള അത് തമ്മിലുള്ള കാൽക്കുലേഷൻസ് ഡീൽ ചെയ്യുന്നതാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഓർ റിയാജൻറ്റ്. അടുത്തതായി വരുന്നത് എന്താണ്? ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് സംടൈംസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ദ റിയാക്റ്റൻസ് പ്രസൻറ്റ് ആർ നോട്ട് എമൗണ്ട് ആസ് റിക്കോർഡ് അക്കോർഡിംഗ് ടു ദ ബാലൻസ്ഡ് ഇക്വേഷൻ. The amount of products formed then depends upon the reactant which has reacted completely. This reactant which reacts completely in the chemical reaction is called limiting reagent or limiting. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഏതാണോ ആദ്യം കത്തിത്തീരുന്നത് അല്ലെങ്കിൽ ഏതാണോ ആദ്യം മുഴുവനായിട്ട് ഉപയോഗിച്ച് തീരുന്നത് ആ പറയുന്ന കോമ്പൗണ്ട് ആ പറയുന്ന റിയാക്റ്റൻറ്റിന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് ആ റിയാക്ഷനെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അത് കുറച്ചും കൂടി എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ മറ്റു കൂടെയുള്ള റിയാക്റ്റൻറ്റിനും കമ്പൈൻഡ് ആയിട്ട് മുഴുവനായിട്ടും ഈ റിയാക്ഷനിൽ പങ്കെടുക്കുകയും മുഴുവനായിട്ടുള്ള റിയാക്ഷൻസിനെ എന്തായിട്ട് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒരു റിയാക്റ്റൻ ആദ്യമേ തന്നെ തീർന്നു. അങ്ങനെയുള്ള റിയാക്റ്റൻറ്റ് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. ഓക്കെ, അതായത് ഒരു സബ്സ്റ്റൻസ് അത് നമ്മൾ
ഈ സൊല്യൂഷനിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. അതിലൊന്ന് എന്താണ്, മാസ് പെർസെൻറ്റ് ഓർ വെയിറ്റ് പെർസെൻറ്റേജ്. അടുത്തത് മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. അതായത് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാസ് പെർസെൻറ്റേജ് കിട്ടുന്നതാണ്. അടുത്തതായി മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു റിയാക്റ്റൻറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട്, അത് നമുക്ക് N1 എന്ന് വിളിക്കാം. അടുത്തതായത് പർട്ടിക്കുലർ കോമ്പൗണ്ട് N2 ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പർട്ടിക്കുലർ കമ്പോണൻറ്റ് അത് N1ഉം അടുത്തത് പർട്ടിക്കുലർ കമ്പോണൻറ്റ് N2. ഇത് ചേർന്നിട്ടാണ് ഈ കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും, X2 അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 കോമ്പോണൻ്റ് ആണെങ്കിൽ N2 ഡിവൈഡ് ബൈ N1 പ്ലസ് N2. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് N1 ആണ് കാണുന്നതെങ്കിൽ X1 ആണ് കാണുന്നതെങ്കിൽ N1 ഡിവൈഡ് ബൈ N1 പ്ലസ് N2 ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പ്രധാനപ്പെട്ടതാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി അടുത്തത് മൊളാലിറ്റി ആണ്. അത് പറയുന്നത് സ്മോൾ m ആണ്. അതിൻ്റെ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത് സ്മോൾ m ആണ്. അത് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെയും സൊല്യൂട്ടാണ്, നമ്പർ ഓഫ് മോൾസ് ഇവിടെയും സൊല്യൂട്ടാണ്. എന്നാൽ ഇവിടെ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഇവിടെ മാസ് ഓഫ് ദ സോൾവെൻ്റ് ആണ്, കിലോഗ്രാം ആണ്. ഇവിടെ സൊല്യൂഷനാണ്, ലിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വേർഡ്സ് മാറ്റേഴ്സ്, അതായത് ഈ ടോപ്പിക്കിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എലിമെൻറ്റ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ്, സയൻറ്റിഫിക് നൊട്ടേഷൻ, സയൻറ്റിഫിക് ഫിഗേഴ്സ്, ഡയമെൻഷണൽ അനാലിസിസ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, അവഗാഡ്രോ നമ്പർ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സ്റ്റോഷിയോമെട്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.